Hello everyone, respected teachers and dear friends, good morning. Firstly, thanks to Unity Women's College for inviting me at this stage. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അനിയത്തി ആയിരിക്കാം. നിങ്ങളുടെ ഏജ് ഒക്കെ എങ്ങനെയാണ്? 20, 21, 19. ഓക്കെ, എൻ്റെ കൂടെ ഉള്ളവരുണ്ട്, എൻ്റെ ഇത്താത്തമാരുണ്ട്. അപ്പം ഈ ഒരു വയസ്സിൽ ഞാനൊരു ഗസ്റ്റായിട്ട്, അതായത് ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആയിട്ട് അറിയപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എൻ്റെ ഒരു ഡ്രീം അല്ലായിരുന്നു അത്. പക്ഷെ ഇപ്പം ഈ വേദിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളത് കാണാൻ പറ്റി. പിന്നെ എൻ്റെ കൂടെ പഠിച്ച കുറെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. പലരും ലീവ് എടുത്തിട്ടുണ്ട്, ഇത് ക്ലാസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. എൻ്റെ ഫ്രണ്ടൊക്കെ വിളിച്ചിരുന്നു. റിൻഷ എൻ്റെ കൂടെ പഠിച്ചതാണ്. ഞാൻ +1, +2 ഐ മീൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് 12th വരെ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒഴുകൂരിലാണ് പഠിച്ചത്. അപ്പം അങ്ങനെ ഒരു ഗവൺമെന്റിൽ പഠിച്ചൊരു കുട്ടി ഈ ഒരു പൈലറ്റ് ട്രെയിനിങ്ങിലോട്ട് വരിക എന്ന് പറയുന്നത്, അത് സാധാരണ CBSE സ്റ്റുഡൻസ് ആണ് മോസ്റ്റ്ലി വരാറുള്ളത്. ഇപ്പോ 2-3 വർഷം മുമ്പേ നമുക്ക് കരിപ്പൂരിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായല്ലോ. അപ്പൊ ആ സമയത്ത് എന്റെ അമ്മ പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെയൊക്കെ അതിൽ 2 പൈലറ്റ്സ് മരണപ്പെട്ടു. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉണ്ടായാലും നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു പോസിബിലിറ്റി അല്ലേ. പക്ഷെ ആ ഒരു സമയത്തും ആ പൈലറ്റ് എന്താ ചെയ്തത് വെച്ചാൽ ബാക്കിയുള്ള പാസഞ്ചേഴ്സിനെ രക്ഷിക്കാനാണ് അവിടെ നോക്കിയത്. അപ്പൊ ഇത് നിങ്ങൾക്കൊരു കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ നമുക്കൊരു സംഭവം ക്രേസ് ആയാലും അല്ലെങ്കിൽ നമുക്ക് അത് വേണം, അല്ലെങ്കിൽ അത് നേടിയെടുക്കണം എന്നതായാല് നമുക്ക് അതിന്റെ എന്തും മറികടക്കാം, അല്ലെങ്കിൽ നമുക്ക് അത് നേടാന്നുള്ളത് സീരിയസ്ലി ഇങ്ങനത്തെ കുറെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കൂടെയുള്ള കുട്ടികളെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് അത്രയ്ക്ക് ഇൻസ്പയർ ആവണല്ലേ. സോ മറിയജുമാർക്ക് താങ്ക് യു സോ മച്ച്. ഈ വാർത്ത ആദ്യം കാണുമ്പോൾ വളരെയധികം ഒരു പ്രചോദനം തോന്നിയിട്ടുണ്ട്. ഇത്ര വയസ്സിൽ അല്ലെങ്കിൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ ആകാശം മുട്ടെ പറക്കാനുള്ള ഒരു അവസരം, 7 മണിക്കൂറാണെങ്കിലും അത്രയും വലിയൊരു അവസരം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മറിയം. അവരെ നമ്മുടെ മുമ്പിൽ എത്തിക്കുകയും അതുപോലെ തന്നെ നമുക്ക് അവരെ കാണാൻ കഴിഞ്ഞതും വളരെയധികം സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. ഷൈന മിസ് പറഞ്ഞ പോലെ ഉയരെ എന്ന ഫിലിമില് ഒരു പെൺകുട്ടി തന്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വളരെ ഉയരത്തിൽ പറന്നുകൊണ്ട് ഒരാഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മറിയമിന്റെയും. നമുക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനെ നമ്മൾ തന്നെ വഴി കണ്ടെത്തുക, എങ്ങനെയാണ് അതിൽ എത്തിച്ചേരേണ്ടതെന്നുള്ള ഓരോ ദിവസവും നമുക്ക് എങ്ങനെ അതിൽ എത്തിപ്പെടണം, അതിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം, എന്റെ കയ്യിൽ എത്ര നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ പോലും നമുക്ക് എങ്ങനെ അതിൽ എത്തിപ്പെടാം എന്നുള്ള വഴികൾ ഓരോന്നും കാണിച്ചിട്ട് നമ്മുടെ ഓരോ പെൺകുട്ടികൾക്കും മാതൃകയായിട്ടാണ് അവൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോ ഈ പരിപാടിക്ക് എല്ലാവിധ നമ്മളും ഇതേപോലെ ഉയരെ പറന്നുകൊണ്ട് നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ നമ്മുടെ പാരന്റ്സിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് ഓരോ കാര്യം ചെയ്യാൻ കഴിയണം. ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും ചെല്ലുന്ന സ്റ്റുഡൻസ് യൂണിയന്റെ പേരിലുള്ള ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു മിസ് ഫിദ. അടുത്തതായി വുമൻസ് ആൻഡ് സ്റ്റുഡന്റ് കോർഡിനേറ്റർ ഫാത്തിമ തസ്നിനെ ക്ഷണിക്കുന്നു. താങ്ക് യു ഹന. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, നമസ്കാരം. ഇന്ന് വളരെയധികം സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. മറിയം പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം അന്ന് പൗലോ കൊയ്ലോ പറഞ്ഞു വെച്ചത് തന്നെയാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു സ്വപ്നത്തിന് പിറകെ സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്നു എന്നാണെങ്കിലും ലോകം മുഴുവനും ഏതെങ്കിലും വിധേന നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ളത്. മറിയമിനോട് അവരുടെ പിതാവ് പറഞ്ഞതും അതേ വാക്കുകൾ തന്നെയായിരുന്നിരിക്കണം. മറിയം നമുക്ക് മുമ്പിൽ പങ്കുവെക്കപ്പെടുന്ന പ്രതീക്ഷകളും അത് വളരെ വലുതാണ്. എത്ര വലിയ ഉയരങ്ങൾ കീഴടക്കാനും നമ്മൾ ഓരോരുത്തരും ഇറങ്ങി തിരിച്ചാൽ സാധ്യമാകും എന്ന വലിയൊരു പാഠമാണ് നമുക്ക് മുമ്പിൽ മറിയം വെളിപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും മറിയം പറന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും അവർക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്.
വന്ന വഴികളേക്കാൾ അധികം അവർക്ക് മുന്നോട്ട് പോകാനുണ്ട്. അതിന് എല്ലാ തടസ്സങ്ങളും മാറ്റാനും അതിനെയൊക്കെ അതിജീവിക്കാനും സർവശക്തൻ അവർക്ക് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്ന് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു തസ്നി. അടുത്തതായിട്ട് നമ്മുടെ ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. നിങ്ങൾക്ക് നമ്മുടെ ചീഫ് ഗസ്റ്റിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാവുന്നതാണ്. റിവ്യൂസിലാണേലും ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാംസിനൊക്കെ പോയിണ്ടല്ലോ, ഒരുപാട് തിളങ്ങി നിൽക്കുകയല്ലേ. അപ്പോൾ ഈ മോട്ടിവേഷൻ സ്പീക്കറായിട്ട് വരിക എന്നുള്ള ഒരു ഡ്രീം ആയിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഫസ്റ്റ് ടൈം അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ എങ്ങനെ ഫീൽ ചെയ്ത്? നല്ല സന്തോഷമായിരുന്നു. കാരണം ഞാൻ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഐ മീൻ +2 ആ ഒരു ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ സ്റ്റേജിലും അധികം കയറാറില്ല. കയറുകയാണെങ്കിൽ തന്നെ ഞാൻ ഇങ്ങനെ ആർട്സ് സ്പോർട്സ് ഒക്കെ നോക്കി അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതിന് അവാർഡ്സും കാര്യങ്ങളും അതിന് മാത്രമേ ഞാൻ സ്റ്റേജിലൊക്കെ കയറലുള്ളൂ. പക്ഷേ ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിൽ കയറിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയിരുന്നു. കാരണം ഞാൻ ഡ്രീം പോലും ചെയ്തിട്ടില്ല, എന്റെ മനസ്സിൽ ആ ഒരു സാധനം പോലും ഇല്ലായിരുന്നു. പക്ഷെ ഫസ്റ്റ്ലി ഞാൻ എന്റെ പഠിച്ച സ്കൂളിൽ തന്നെ പോയി. നമ്മൾ പഠിച്ച സ്കൂൾ നമ്മളെ ഗസ്റ്റ് ആയിട്ട് വിളിക്കാന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം കൊണ്ട് കാര്യങ്ങളുണ്ട്. വളരെയധികം സന്തോഷം തോന്നിയിരുന്നു. സ്കൂളിന്റെ പേരെന്ന് പറഞ്ഞത്? ഞാൻ പഠിച്ച സ്കൂൾ ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളോടുകൂടി. എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. നമുക്ക് ഇതുവരെ സാധിക്കാൻ പറ്റാത്ത കുറെ ആഗ്രഹങ്ങളുണ്ട്. ചിലപ്പോൾ പാരന്റ്സ് മാം പറഞ്ഞതുപോലെ തന്നെ പാരന്റ്സ് സപ്പോർട്ടീവ് അല്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ അതൊക്കെ അവോയ്ഡ് ചെയ്ത്, അല്ലേ? നിങ്ങൾക്കും പല പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല? +2 കഴിഞ്ഞിട്ട് എന്തെടുക്കണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ പാരന്റ്സ് സപ്പോർട്ടീവ് അല്ലാത്തത് കൊണ്ടായിരിക്കാം ഒഴിവാക്കി ഐ മീൻ നിങ്ങൾക്ക് സാധിക്കാത്തത്. പക്ഷെ നിങ്ങളൊരു പുറകെ നടന്നിട്ട് പഠിക്കുക എന്നിട്ട് എങ്ങനെയാണോ പഠിക്കുന്നത്? അല്ല, നിങ്ങളതിന്റെ സെൽഫ് സ്റ്റഡി ആണോ പഠിക്കല്? ഓക്കെ, വളരെയധികം സന്തോഷമുണ്ട്. സാധാരണ നമ്മള് +2 വരെയാണ് എല്ലാ ടീച്ചേഴ്സും നമ്മൾ പുറകെ നടക്കുക, അല്ലേ? +2 വരെ. +2 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വന്തം പഠിക്കണം. അപ്പം ഞാൻ ഈ ഒരു മേഖലയ്ക്ക് വരാൻ കാരണം തന്നെ എന്റെ അയൽവാസിയുണ്ട് മൊറയൂരിന്റെ അടുത്താണ് എന്റെ വീട്. അവിടെ എന്റെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ള ഒരു ഷർബാസ് പറഞ്ഞൊരു പൈലറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് കോണ്ടാക്ട് ചെയ്തിട്ട് +1 +2 പഠിക്കുമ്പോഴാണ് അവരെ കോണ്ടാക്ട് ചെയ്തത്. അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് എന്തൊക്കെയാ ചെയ്യേണ്ടത് എനിക്ക് ഈ ആഗ്രഹം വരുന്ന 10ാം ക്ലാസ്സിൽ ഞാൻ എല്ലാ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്ന് തന്നെ ഞാൻ ഇത് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് പല പല ആഗ്രഹങ്ങൾ ഉണ്ടാവും. നമ്മൾ അപ്പം തന്നെ സെർച്ച് ചെയ്ത് അത് കാരണം അത്രത്തോളം ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ആ വഴി എങ്ങനെ എത്തിപ്പെടാമെന്ന് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ +1 +2 പഠിക്കുമ്പോഴാണ് അവരെ കോണ്ടാക്ട് ചെയ്ത് അവർ വീട്ടിൽ വന്നു. പിന്നെ എനിക്ക് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ അറിയായിരുന്നു. അവർ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. പിന്നെ ഞാൻ 6 മാസം കാലിക്കറ്റ് ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് അവിടെ ക്യാപ്റ്റൻസ് വിൻഡോയില് 6 മന്ത് തിയറി പഠിച്ചു. അതിനുശേഷം എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്തു. അതിനുശേഷമാണ് ഞാനിപ്പോൾ ഫ്ലൈങ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഫ്ലൈങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ സ്റ്റുഡൻറ് പൈലറ്റ് ലൈസൻസ് കിട്ടണം, എന്നാലും ഫ്ലൈങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 7 hours ആയിട്ടുള്ളൂ. ഇനി എനിക്ക് ഒരുപാട് പറക്കാനുണ്ട്. 200 മണിക്കൂറുകളൊക്കെ വേണം. അതിൽ 185 hours സിംഗിൾ എഞ്ചിനിലും ബാക്കി 15 hours മൾട്ടി എഞ്ചിനിലുമാണ് വേണ്ടത്. അപ്പൊ ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് സിംഗിൾ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. 15 hours മൾട്ടിക്ക് വേണ്ടിയിട്ട് വേറെ അക്കാദമി വേണം ചൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഇപ്പം ഫ്ലൈ ചെയ്യുന്ന അക്കാദമി എന്ന് തുടരണം എന്നില്ല. കാരണം നമുക്ക് എപ്പോഴാ ഓരോ അക്കാദമിയിൽ എന്താ പറ്റുക നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡ്യൂറേഷൻ ശരിക്കും നമുക്ക് പറയാൻ സാധിക്കൂല. കാരണം വെതറിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. വെതർ നല്ല മോശമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലൈങ് നടക്കൂല. അപ്പം സാധാരണഗതിയിൽ 1.5 വർഷം മുതൽ 2 വർഷം വരെയാണ് CPL ഒക്കെ കിട്ടാൻ സമയം പിടിക്കുന്നത്. അപ്പം ഈ സംഭവങ്ങളൊക്കെ ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് പിന്നെ ഈ ഫീൽഡിൽ എത്തിയ ശേഷമാണ് ഞാൻ അറിഞ്ഞത് ഇത്രത്തോളം പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ ഇഷ്ടമാണോ?
ഇല്ലല്ലോ, പഠിക്കാൻ ഇഷ്ടമില്ലല്ലോ. എനിക്ക് പഠിക്കാൻ താല്പര്യമൊന്നുമില്ല. ഞാൻ എക്സാമിന് മാത്രം അങ്ങനെ പഠിക്കുന്ന ഒരാളാണ്. പക്ഷെ എക്സാമിന് മാത്രം പഠിക്കുകയാണെന്ന് അത്യാവശ്യം മാർക്കൊക്കെ വേണം. കാരണം പാരന്റ്സ് നമ്മൾ പഠിപ്പിക്കുന്ന അവർക്കൊരു ഡ്രീം ഉണ്ടാവുമല്ലോ, എന്റെ കുട്ടി ഇത്രത്തോളം ഫുൾ A+ അതൊക്കെ വാങ്ങണമെന്ന്. അപ്പം പഠിക്കുമ്പോൾ അത്യാവശ്യം പഠിക്കും, എപ്പോഴും പഠിച്ചുകൊണ്ടൊന്നും ഇരിക്കില്ല. അപ്പം അത്യാവശ്യം മാർക്കൊക്കെ വാങ്ങി പാരന്റ്സ് അങ്ങനെ അവർക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഡ്രീമാണ് ആവേണ്ടത്. ശരിക്കും പറഞ്ഞാല് പാരന്റ്സിന് ഈ എക്സ്പെൻസ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അപ്പം ഇത്രയും എക്സ്പെൻസ് അവരെ കൊണ്ട് സാധിക്കില്ല അവർക്ക് പോലും ഉറപ്പില്ല. പക്ഷെ ഞാൻ എത്രത്തോളം പഠിച്ച് മാർക്കൊക്കെ വാങ്ങിയപ്പോ അവര് പറഞ്ഞു എന്തായാലും എന്റെ ആഗ്രഹം ഇതാണല്ലോ, വഴികളൊക്കെ മുന്നോട്ട് വന്നോളൂ എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ എത്തിപ്പെട്ടത്. അപ്പൊ പല ഡ്രീമുകളും നമ്മളൊന്ന് കാല് എടുത്തു വെച്ചാല് ചിലപ്പോൾ നമുക്ക് സാധിക്കാൻ പറ്റും. അതിന് പാരന്റ്സ് നല്ല സപ്പോർട്ടീവായിട്ട് വേണം. അതിന് പാരന്റ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങളും കൂടെ വേണം. നിങ്ങളും അത്രത്തോളം പഠിച്ചാലും മാത്രമേ പാരന്റ്സിന് ഒരു വിശ്വാസം ഉണ്ടാവുള്ളൂ. എന്റെ മോള്, അത് ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ, നമ്മള് മാർക്കൊക്കെ വാങ്ങി കൊടുക്കുമ്പോഴാണ് പാരന്റ്സിന് ആ ഒരു ഇതുണ്ടാവുക. അതായത് എന്റെ മോൾ ഇത്രത്തോളം പഠിക്കുന്നുണ്ട്, അവർക്ക് ഇന്നൊരു സ്ഥാനത്ത് എത്താൻ കഴിയും എന്നുള്ള ആ ഒരു ഇതുണ്ടാവുക. അപ്പം എല്ലാവരും പഠിക്കാം. പിന്നെ ഇത്രയൊന്നും പറയാൻ, എനിക്ക് കൂടുതലൊന്നും പറയാനൊന്നുമില്ല. താങ്ക് യു യൂണിറ്റി കോളേജ്. Thank you, Miss Mariam Jumana. Hello. Good afternoon. ആദ്യം തന്നെ സ്വാഗത പ്രസംഗം നിർവഹിച്ച ഷക്കില മിസ്, പ്രസിഡൻഷ്യൽ അഡ്രസ് ദീപ കെ, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഡിപ്പാർട്ട്മെന്റ് കെമിസ്ട്രി, ഇനാഗ്രേഷൻ നിർവഹിച്ച നമ്മുടെ എ കെ ഷാഹിന മോനെ, IQAC കോർഡിനേറ്റർ, അതുപോലെ തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റ് മറിയം ജുമാന. ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കണം എന്നുണ്ട്. പക്ഷെ ഒരു വിമൻസ് ക്ലബ് പ്രസിഡന്റ് എന്ന നിലക്ക് സുഹാദ മിസ്സിന്റെ അഭാവത്തിലാണ് സംസാരിക്കുന്നത്. നമ്മളിങ്ങനെ ഒരു പരിപാടി നടത്തണം എന്ന് പറഞ്ഞ സമയത്ത് അതിന് കൂടെ നിന്ന ജെലിൻഡ സ്റ്റുഡൻസ് യൂണിയനെയും കൂടി ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ജുമാനന്റെ പാരന്റ്സ്, സത്യം പറഞ്ഞ ആ ഉമ്മ അല്ലെങ്കിൽ വാപ്പ ഇവിടെ നിന്ന് സംസാരിച്ച സമയത്ത് നമ്മുടെ എല്ലാരെയും പാരന്റ്സിനെ നമ്മള് ലൈക്ക് അതിലൂടെ കണ്ടു. ആ ഒരു വാക്കുകൾ എന്ന് പറഞ്ഞാല് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. താങ്ക് യു. അതുപോലെ തന്നെ ജുമാന, ഈ ഒരു 19ാമത്തെ വയസ്സിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും. അത് നിറവേറ്റുക എന്ന് പറയുന്നതും അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്ന് പറയുന്നതാണ് വലിയ കാര്യം. അത് ഈ ഒരു 19th ഏജില് ജുമാന നേടി. ബിഗ് സല്യൂട്ട് ഫ്രം കോളേജ്. എല്ലാവർക്കും നമ്മൾ ഈ സെക്ഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, ഇൻസ്പിറേഷൻ ആയിരിക്കും. നമുക്ക് കരിയർ ഉണ്ട്, നമുക്ക് ഡ്രീം ഉണ്ട്. ആ ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരന്റ്സിന്റെ സപ്പോർട്ട്, ടീച്ചേഴ്സിന്റെ സപ്പോർട്ട്, ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എത്താം. ഈ ഒരു പരിപാടി ഇങ്ങനെ നടത്തണം എന്ന് പറഞ്ഞപ്പോ നമ്മുടെ യൂണിറ്റി വിമൻസ് കോളേജിലെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഡോക്ടർ ബഷീർ സാറിന് ഭയങ്കരമായിട്ട് താങ്ക്സ് പറയാനുണ്ട്. ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇവിടെ അറേഞ്ച് ചെയ്തതിന്. അങ്ങനെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ വിമൻസ് സെല്ലിന്റെ പേരിലും അതേപോലെ തന്നെ ജെലിൻഡ സ്റ്റുഡൻസ് യൂണിയന്റെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.